ഹലോ ഫ്രണ്ട്സ്, ഇത് റോസ് വാട്ടറാണ്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. പിന്നെ ഇത് നമ്മളുടെ അലോവേര ജെൽ, ഇത് സാൻഡൽ പൗഡർ. ഇത്രയും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സാൻഡൽ പൗഡർ, നല്ല സൂപ്പറായിട്ടോ, സാൻഡൽ പൗഡർ എടുത്ത് അതിനകത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ്, അതിനകത്ത് നമ്മൾ അലോവേര ജെല്ലും ഒരു അര ടേബിൾ സ്പൂൺ അത് മിക്സ് ചെയ്യുക. അതിനകത്ത് റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. റോസ് വാട്ടർ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇതെല്ലാം ഓൺലൈനാണ്. റോസ് വാട്ടറിൻ്റെയും വെജിറ്റബിൾ ഗ്ലിസറിൻ്റെയും ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ മേലാത്ത ഗുണമാണ്. ഇത് ഒലിവ് ഓയിൽ. നമ്മൾ മുഖത്തൊക്കെ തേക്കുന്ന ഒലിവ് ഓയിലാണ്, നോക്കി വാങ്ങിക്കണം. തലയിൽ തേക്കുന്നതുകൊണ്ട്, പാചകത്തിനുള്ളതുകൊണ്ട്, സ്കിന്നിനുള്ളതുകൊണ്ട്. അപ്പോൾ അത് ഒരു സ്പൂൺ ഒഴിക്കുക. അത് ഇനി ഇല്ലാത്തൊരു വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് മിക്സ് ചെയ്തതാ മുഖത്ത് തേക്കുവാണ്. പെടലിയിലും പുറത്തും കയ്യിലും കാലിലും ഒക്കെ തേക്കാം. എനിക്ക് കലക്കിയ മിക്സ് തികഞ്ഞില്ലോണ്ട് കൈയും മുഖവും പെടലിയും ഒക്കെ തേച്ചു, കഴുത്തൊക്കെ തേച്ചു. കാലിലും കൂടെ തേക്കുവാണെങ്കിൽ നല്ല കേട്ടോ, സൂപ്പറാണ്. കയ്യിലൊക്കെ തേച്ചു. നമ്മളുടെ മുഖവും കൈയും കാലും ഒക്കെ നമ്മളിത് തേക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് ഇത് ചെയ്യണം കേട്ടോ. ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. ഓവർ മസാജ് മുഖത്തിന് ചെയ്യരുത്, താഴേന്ന് മേളിലോട്ട് ചെയ്യണത് കേട്ടോ. നല്ല അടിപൊളി. 1.5 മണിക്കൂർ വെച്ച് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുവാണേ, തുടച്ചിട്ടില്ല കേട്ടോ. നല്ല ഗ്ലോ അല്ലേ, അല്ല സൂപ്പർ അടിപൊളി. പണ്ട് ഞാനൊരു വീഡിയോ കാണിച്ചില്ലേ, കടലമാവും തൈരോടെ തേച്ചത്, അതിനേക്കാൾ അടിപൊളിയാട്ടോ. ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയില്ല. കടലമാവും തൈരും കൂടെ തേച്ചാലും ഗുണമാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഭയങ്കര എഫക്റ്റീവാട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിത് മേടിച്ച് ചെയ്യണം. അതിൻ്റെ എല്ലാം പേര് കണ്ടില്ലേ, ഓൺലൈനിൽ ആമസോണിൽ ഇതെല്ലാം അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. ഒറിജിനൽ ഐറ്റംസാണ്, എല്ലാം നല്ല കമ്പനിയുടെയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് 1/2 മണിക്കൂർ മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ മുഖത്ത് തേക്കണം. കഴുത്തിലും പെടലിയിലും കയ്യിലും കാലിലും എല്ലാം തേക്കാം. ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ മതി കേട്ടോ. ആഴ്ചയിൽ 1 മതി. നല്ല സൂപ്പർ അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, നല്ല ഗ്ലോ അല്ലേ. മഞ്ഞുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ തേക്കണം. മഞ്ഞുകാലത്ത് റഫായിട്ടിരിക്കും, ഭയങ്കരമായിട്ട് ഡള്ളാവും. ഞാനാണെങ്കിൽ കുറേ ആയി മുഖത്ത് തേച്ചിട്ട്. വീഡിയോയിൽ ഞാൻ ഒരു 3 മാസമായെന്ന് തോന്നുന്നല്ലേ വീഡിയോയിലൊരു ഫേസ് പാക്ക് ടിപ്പ് ചെയ്തിട്ട്. വീഡിയോയിൽ ചെയ്യുമ്പോൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനിവിടെ ഇങ്ങനെ ഒരു സംഗതിയും തലയിലോ മുഖത്തോ വീഡിയോയിൽ കാണിക്കുമ്പോഴല്ലാതെ ഞാൻ ചെയ്യുന്നില്ല. ഒന്നാമത് സമയമില്ല, പിന്നെ മടി നല്ലതായിട്ടുണ്ട്. അപ്പം എല്ലാ ആഴ്ചയിലൊന്നെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഏത് പാക്കിനും ഫേസ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളുടെ ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാൻ കാണിച്ചില്ലേ, അതും റോസ് വാട്ടർ ഞാനത് കാണിച്ചില്ല, രണ്ടും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച. അത് കൂടെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴേ നല്ല ഗ്ലോ വരും. കണ്ടോ, സൂപ്പർ ഗ്ലോ വരും. ഇപ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് വന്നതേ ഉള്ളൂ, തുടച്ചില്ല. തോർത്തതാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു, തുടച്ചില്ല. അപ്പോൾ എല്ലാവരും ഈ പായ്ക്ക് നമ്മളുടെ കറ്റാർവാഴ ജെല്ലിനകത്ത് ചന്ദനപ്പൊടി ഒറിജിനൽ വാങ്ങിക്കണം. ഞാൻ കാണിച്ചില്ല, അത് ഒറിജിനൽ, അത് നമ്മളുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ചന്ദനപ്പൊടി, പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയും
മിക്സ് ചേർത്തൊരു പാക്ക് ഉണ്ടാക്കി നിങ്ങൾ തേക്കണം. വേറെ ഒന്നും തേച്ചില്ലേലും ഇത് തേച്ചാൽ മതി. പിന്നെ ഇതൊന്നും വാങ്ങിക്കാൻ കഴിവില്ലാത്തൊരു കടലമാവ് ഇച്ചിരി പൈസയെ കൊടുത്താൽ കിട്ടും. 30 രൂപയൊക്കെ കൊടുത്താൽ കടലമാവ് കിട്ടും. തൈരും കടലമാവും തേച്ചാലും മതി കേട്ടോ. പിന്നെ ഇത് ഞാൻ നല്ല ഇഫക്റ്റീവ് ആയതുകൊണ്ട് അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. എൻ്റെ മുഖത്ത് ഞാനൊന്നും തേക്കാതെ അങ്ങ് ഈയിടെ മുഴുവൻ ഡള്ളായി മുഖം. ഒത്തിരി വെയിലും കൊണ്ടു, ഇടയെല്ലാം കഷ്ടപ്പാട്, ഒത്തിരി യാത്രയും കാര്യങ്ങളും ജോലി തിരക്കും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ക്രിസ്മസ് ന്യൂ ഇയർ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുഖമൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ മഞ്ഞുകാലത്ത് ശ്രദ്ധിക്കാതിരുന്ന ആകെ വിഷയമാവും. അത് അങ്ങനെ എല്ലാം ഡള്ളായിരുന്നു. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇന്നൊരു പാക്ക് ചെയ്തേക്കാന്ന് അങ്ങനെ ഇത് ചെയ്തത്. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. കണ്ടോ ഗ്ലോ കണ്ടോ. നീ ഇന്ന് സോപ്പിട്ട് കഴുകരുത്. ഞാൻ ആ കയ്യിലും ഒക്കെ തേച്ചു. എൻ്റെ കൈയാണെ ഫുൾ ഏത് സമയം മുറ്റത്തൂടെ കോഴിയുടെ പുറകെയൊക്കെ നടന്ന്, പക്ഷെ നല്ലൊരു സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇതുണ്ട്, നല്ല തൊടുമ്പം നല്ല ഒരു സോഫ്റ്റ് ഉണ്ട്, സോഫ്റ്റ്നെസ് ഉണ്ട്. എൻ്റെ കൈ അങ്ങ് ഭയങ്കര റഫായിരുന്നു എപ്പോഴും ഈ വെയിലത്തൊക്കെ ഇറങ്ങി. പക്ഷെങ്കിൽ ഇപ്പം അത് ഈ പാക്കൊന്ന് ഞാൻ മിച്ചമുള്ളത് തേച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതുണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതന്നെ കോഴി ഈ പാട് കണ്ടോ, കോഴിയുടെ ഇതുകൊണ്ട് നഖം, കോഴിയുടെ കാല് നഖം ചാടി, അത് തുറന്നപ്പോൾ ചാടി ദേഹത്തോട്ട് വന്നു. കുറേ ആയി, 1-2 മാസം മുമ്പ്. അപ്പോൾ അങ്ങനെ കയ്യിലൊക്കെ തേച്ചു. കാലിൽ തേക്കാൻ തികഞ്ഞില്ല. നല്ല കേട്ടോ, കയ്യിലും കാലിലും മുഖത്തും തേക്കുവാണെങ്കിൽ നല്ല കേട്ടോ. പിന്നെ അപ്പോൾ അത് ചെയ്തോണം. നിങ്ങൾക്ക് ഈ ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടറും ഇല്ലേ, എല്ലാ ദിവസവും ഒരു സ്പൂൺ റോസ് വാട്ടർ ആണെങ്കിൽ 1/2 സ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വിറ്റമിൻ ഇ ഓയിലിൻ്റെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഒരെണ്ണം ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ഇട്ടില്ലേ കുഴപ്പമില്ല, ഇട്ടാൽ വളരെ നല്ലത്. അതുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈയും കാലും മുഖത്തും എല്ലാ ദിവസവും തേക്കണം. അതെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ല ഗ്ലോ കിട്ടും കേട്ടോ. ഞാനീ പറയുന്നതല്ലാതെ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി എന്നാണോന്ന് എനിക്കറിയത്തില്ല. എല്ലാ ദിവസവും ചെയ്യണമെന്നൊക്കെയോ, എല്ലാ ദിവസവും ചെയ്യുമൊന്നും വേണ്ട. എല്ലാ ദിവസവും തേക്കുമ്പം ഇതിൻ്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല. ഇതിപ്പോൾ ഒന്ന് തേച്ചൊരു 4 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഇത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഉടനെ തേച്ചാൽ ശരിയാകത്തില്ല. ആഴ്ചയിലൊന്നായാലും മതി കേട്ടോ. എല്ലാ ദിവസവും തേക്കാവുന്നത് ഏതാണെന്ന് വെച്ചാൽ തൈരും കടലമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. എല്ലാവരും സഹകരിക്കണം, എല്ലാവരും വീഡിയോ കാണണം. ഫുൾ വീഡിയോ കാണുകയും വേണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതുപോലെ നമ്മളുടെ ജോമാസ് വേൾഡ് എന്നാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പിന്നെ പേര്. നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ജോമ ഡേവിഡ് ആണ്. പിന്നെ എനിക്ക് ഫേസ്ബുക്കിൽ ജോമാസ് വേൾഡ് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോമാസ് വേൾഡ്, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും സഹകരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ലൈവ് വരാത്തതിനെ ലൈവ് വരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ നാൾ മുമ്പ് ചോദിക്കുന്നു, ഒരു വർഷമായി. പക്ഷെ എനിക്ക് ലൈവ് വരാനൊരു ധൈര്യമില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ ലൈവ് വന്നാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമോ എന്നൊന്ന് ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാമോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ പിന്നെ നമ്മളുടെ ജയക്കൊച്ചും അജിതക്കൊച്ചും വൈകുന്നേരം ലൈവിലുണ്ട്. അപ്പം ഞാനത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇനി ഇന്നലെയോ മിനിങ്ങാന്നോ എങ്ങാണ്ട് രാത്രിയിൽ അല്ലേ എല്ലാവരുടെയും വീഡിയോ ഇരുന്ന് കാണുന്നത്. അപ്പോഴേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അവർ വാസ് ലൈവ് എന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തിയോ ഇതെന്ന് തുടങ്ങി, അറിയിച്ചില്ലോന്നേ, ഞാൻ കണ്ടുമില്ലല്ലോ എന്ന് ഓർത്ത്. ഇന്ന് സമയമുണ്ട് വൈകുന്നേരം കയറണം. അവർ 5 മണിക്ക്, 5 തൊട്ട് 5:30 വരെ, പിന്നെ രാത്രി 9 തൊട്ട് 9:30 വരെ, അങ്ങനെയാണ്. അപ്പോൾ സമയമുണ്ട്, ഞാൻ ഇടയ്ക്കൊന്ന് കയറണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ ടൈമിൽ ഞാൻ ഇടുന്നില്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 8 മണിക്ക് രാത്രിയിൽ ഞാൻ ഫ്രീ ആവും.
പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പോൾ രാത്രി ഞാനൊരു 8 മണിക്ക് ലൈവ് വന്നാൽ നിങ്ങളെല്ലാവരും ലൈവിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരും വന്നില്ല, ഞാൻ ചമ്മി പോകത്തില്ലേ. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ എനിക്ക് ഒരു ഇതുണ്ടല്ലോ, അല്ലെ പിന്നെ ഞാൻ മാത്രം വന്നേച്ച് ഞാൻ തിരിച്ചു പോകുമ്പം ഭയങ്കര നാണംകേടല്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരുമോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഇപ്പം തന്നെ വീഡിയോ ഇടുവാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ന് തൊട്ട് രാത്രിയിൽ 8 മണിക്ക് തൊട്ട് നമുക്ക് ലൈവ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ലൈവ് തുടങ്ങാത്ത യൂട്യൂബേഴ്സൊക്കെ ലൈവ് തുടങ്ങിക്കോ. എനിക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നതാണ് ലൈവ് തുടങ്ങണോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ കുറേ നമ്മൾ ഈ റെസിപ്പീസ് കൂടുതൽ ഇടുന്നതുകൊണ്ടായിരിക്കും റെസിപ്പീസ് ഓരോന്ന് ഇന്ന ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജയക്കൊച്ചിനൊന്നും അങ്ങനെ മെയിൽ വരുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരിന്നാൾ ഞാൻ അങ്ങനെ മെയിൽ വരുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സംശയം പോലെ, അവർക്ക് വിശ്വാസം വന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് മെയിൽ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പം പിന്നെ വ്യൂസ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അതെ, പൊതുവേ ഫുള്ളും യൂട്യൂബ് എല്ലാം വളരെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഞങ്ങളെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതല്ലേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാണുന്ന ഒരു 50 ആണെങ്കിലും 100 ആണെങ്കിലും പേരാണെങ്കിലും ശരി, അവർക്ക് ധാരാളം നന്ദിയുണ്ട് എൻ്റെ. പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, കാണാത്തവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഞാനപ്പോൾ വൈകിട്ട് ഇന്ന് 8 മണിക്ക് ലൈവ് വരാം. ദൈവം സഹായിക്കട്ടെ. എല്ലാ യൂട്യൂബേഴ്സും പുതിയ എൻ്റെ ഫ്രണ്ട്സും അല്ലാത്തവരൊക്കെ ലൈവ് വരാത്തവർ നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരമ്മ.